ഹലോ, വെൽക്കം ടു എൻ ടി മാനിയ. നമ്മൾ നോക്കുന്നത് ചിലവ് കുറഞ്ഞ് വീട്ടിൽ എങ്ങനെ ഇതുപോലുള്ള നെക്ലേസ് ഉണ്ടാക്കാമെന്നതാണ്. നമുക്കിത് ഉണ്ടാക്കാനായിട്ട് എയർ ഡ്രൈ ക്ലേ വേണം, മൗൾഡ് വേണം, ടൂത്ത് പിക്ക് വേണം, ബ്രഷ് വേണം, പിന്നെ ചരട് വേണം. ഞാൻ റെഡ് കളർ ചരടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പെയിൻറ്റ് വേണം. ഞാൻ റെഡും ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. ക്ലേ മിക്സ് ചെയ്യുമ്പോൾ കയ്യിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൗഡർ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ക്ലേ എടുക്കുക. രണ്ടും ഒരേ ക്വാണ്ടിറ്റിയിൽ എടുക്കണം. ഞാൻ 2 പീസസ് ഒരേ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മളുടെ മൗൾഡ് എടുക്കുക. നമ്മൾ മൗൾഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ആ ഒരു ഷേപ്പ് തന്നെ നമ്മൾ ക്ലേ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം. കല്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തെന്നി മാറി നിൽക്കരുത്. നന്നായി ശ്രദ്ധിച്ച് ആ ഷേപ്പ് തന്നെ ആക്കിയെടുക്കുക. അപ്പോൾ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഈ ബേക്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷേപ്പ് കറക്റ്റായി വന്നത് കണ്ടോ. നമുക്ക് ഇങ്ങനെ എത്ര എണ്ണമാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ വലിയ മുത്തുകളുടെ ഇടയ്ക്ക് കോർക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുഞ്ഞു മുത്തുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിലുള്ള മുത്തുകളാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ സൈസിലുള്ള മുത്തുകൾ ഇതുപോലെ ഉരുട്ടിയെടുത്ത് വയ്ക്കുക. അപ്പോൾ ഈ മുത്തുകൾക്ക് ഇനി ഹോൾ ഇട്ട് കൊടുക്കണം. ആ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം വെച്ച ശേഷമാണ് നമ്മൾ ഹോൾ ഇടേണ്ടത്. മറ്റത് ഹോൾ ഇടുമ്പോൾ അത് കേട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ശ്രദ്ധിച്ച് ടൂത്ത് പിക്ക് വെച്ച് ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി ഈ മുത്തുകൾക്കും ഹോൾ ഇട്ട് കൊടുക്കാം. ആദ്യം കാണിച്ച മെത്തേഡ് കുറച്ച് റിസ്ക് ആയി തോന്നുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ല, ഇതുപോലെ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഈസി ആയി തോന്നും, ഒന്നുകൂടി ഫിനിഷിംഗ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം നമ്മുടെ മാല കെട്ടുമ്പോൾ ചരടിന് ഒന്നുകൂടെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഏത് ഷേപ്പിലും ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലൊരു ഷേപ്പിലായി കിട്ടും. നമ്മൾ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഷേപ്പിലേക്കായി കിട്ടും. നമുക്കിതിനായിട്ട് 2 സെറ്റ് ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നുകൂടെ ചെയ്തെടുക്കുകയാണ്. നമുക്ക് 2 ചരടും റെഡി ആയിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്ത ശേഷമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഈ ടൈപ്പ് മുത്തുകൾക്ക് ഗോൾഡൻ കളർ പെയിൻ്റാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിപ്പോൾ ഗോൾഡൻ കളർ ആക്കിയെന്നേ ഉള്ളൂ. നമ്മുടെ ഡ്രസ്സിനനുസരിച്ചുള്ള പെയിൻറ്റൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ടൈപ്പ് മുത്തുകൾക്ക് ഞാൻ റെഡ് പെയിൻ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വല്ല ടൂത്ത് പിക്കിലോ മറ്റോ പെയിൻറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ചരടിൽ ചെയ്തെടുത്തും കൂടി പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാനതിനും ഗോൾഡൻ കളറാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം.
ഞാനിപ്പോൾ ഇവിടെ ചരട് റെഡാണല്ലോ, അത് കാരണമാണ് ഞാൻ ഗോൾഡൻ കളർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുത്തുകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൗണ്ട് നമ്മൾ നൂലിലിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടണം. അപ്പോൾ ഇത് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മുടെ മുത്തോട് ഓരോന്നെടുത്തിട്ട് കോർത്ത് കൊടുക്കുക. അത് ഞാൻ വലുതെടുത്തു, പിന്നെ റെഡ് പെയിൻറ്റ് ചെയ്ത് മുത്തെടുത്തു. അതുപോലെ ഒന്നിടവിട്ടിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുത്തുകളെല്ലാം നന്നായിട്ട് കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മറുവറ്റത്തും ഇതുപോലെ ഒരു റൗണ്ട് ഇട്ട് നന്നായി ടൈറ്റ് ചെയ്ത് കിട്ടുക. നമ്മുടെ ചരട് നമ്മൾ ആ കെട്ടി വെച്ച റൗണ്ടിനുള്ളിലൂടെ എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് പിടിക്കുക, ഒന്ന് റെഡി ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതുപോലെ നമ്മൾ നൂലെടുത്തിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടുക. റെഡ് നൂലുണ്ടെങ്കിൽ അതാണ് നല്ലത്, എൻ്റെ കയ്യിൽ റെഡ് നൂൽ. അപ്പോൾ നമ്മുടെ നെക്ലേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക.